ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തു. പ്രദേശവാസികൾ ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരത്തിയത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഈ ആനകൾ ഇറങ്ങുകയും അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരികയാണ് എന്നുള്ളതാണ്. പലയിടത്തും സമാനമായ രീതിയിലുള്ള ആനയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ ആന ഇറങ്ങിയത്? ഏതെങ്കിലും രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പുലർച്ചെയാണ് ഇത്തരത്തിൽ കാട്ടാന ഈ ആനയിറങ്കൽ മേഖലയിലേക്ക് എത്തുന്നത്. ഒരു റേഷൻ കട ആന പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. ഈ റേഷൻ കടയിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ, ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ ആന ഭക്ഷിക്കുകയും ചെയ്തു. ആളുകൾ ബഹളം വെച്ചാണ് ആനയെ തുരത്തിയത്. ഈ ചിന്നക്കനാൽ മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ കാട്ടാനയുടെ ശല്യം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ കാട്ടാന കൂട്ടവും ഒറ്റയാനായിട്ടുള്ള ചക്കക്കൊമ്പനും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആശങ്ക ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നിലവിൽ ഇന്നലെ അതിക്രമം നടത്തിയിട്ടുള്ളത് ചക്കക്കൊമ്പൻ കാട്ടാനയാണ്. ഇന്നലെ മുതൽ തന്നെ ഏതാനും ദിവസങ്ങളായി ഈ ആനയിറങ്കൽ മേഖലയിലൂടെ കൊമ്പൻ ചുറ്റിത്തിരിയുകയാണ്. ഈ ജനവാസ മേഖലയിലും അതോടൊപ്പം തന്നെ തോട്ടങ്ങളിലുമൊക്കെ ഈ ആന എത്തുന്നത് കൊണ്ട് വലിയ രീതിയിൽ ഈ ആളുകൾക്ക് ജോലിക്കിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. ഈ RRT സംഘത്തിന്റെ സേവനമുണ്ടെങ്കിൽ പോലും നിലവിൽ ഈ ജനവാസ മേഖലയ്ക്ക് അടുത്ത് നിന്ന് മറ്റ് ചോലവനങ്ങളിലേക്ക് കയറി പോകാൻ ആന കൂട്ടാക്കാത്ത സാഹചര്യമുണ്ട്. നിലവിൽ ഈ വെള്ളത്തിന്റെ ലഭ്യത വളരെ മഴ കുറവായതുകൊണ്ട് വെള്ളത്തിന് ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനയിറങ്കൽ ഡാം കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ ഈ ആനകളെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനക്കൂട്ടവും ഈ ഒറ്റയാന്മാരും വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള ആശങ്ക ഈ മേഖലയിൽ ഉടലെടുത്തിട്ടുണ്ട്. ഓക്കെ, സുബിനാണ് ഇടുക്കിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം മേഖലകളിൽ ഈ കാട്ടാനകളും മറ്റ് വന്യജീവികളും ഒക്കെ നാട്ടിലിറങ്ങുന്നത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഏതെങ്കിലും രീതിയിൽ ഫലപ്രദമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല.